വെൽക്കം എവരി വൺ. നമ്മളിന്ന് ഫസ്റ്റ് ചെയ്യുന്നത് പോപ്പ് സ്കോട്ടാണ് വർക്കൗട്ട്. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹിപ്പ് ലെവൽ ആ ഒരു നമ്മുടെ ലെഗിന് ഫ്ലോറിനോട് പാരലൽ വരെ നമ്മൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ നീസ്, നമ്മുടെ മുട്ടുകാൽ നമ്മുടെ ടോ വിട്ട് പുറത്തോട്ട് പോകാനും ശ്രദ്ധിക്കുക. ഇഞ്ച് പമ്പ് എന്ന് പറഞ്ഞ വർക്കൗട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ബോഡി സ്ട്രൈറ്റ് ആക്കുക. ഞാൻ പുഷപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവുക, ബോഡി സ്ട്രൈറ്റ് ആക്കുക, തിരിച്ച് റിട്ടേൺ പോവുക. ഫയർ ഹൈഡ്രൻ്റ് എന്ന് പറഞ്ഞ എക്സസൈസാണിത്. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ താഴത്ത് കൈകളും നമ്മുടെ ഹിപ്പിൻ്റെ നേരെ താഴത്ത് കാലുകളും വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കോർ മസിൽസ്, അതായത് വയറിൻ്റെ ഭാഗം ടൈറ്റ് ചെയ്തിട്ട് ചെയ്യുക. വയറിനുള്ള എക്സസൈസാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത എക്സസൈസ് തന്നെയാണിത്. നേരത്തെ നമ്മൾ റൈറ്റ് ലെഗ് ചെയ്തു, ഇത് നമ്മൾ ലെഫ്റ്റ് ലെഗ് ചെയ്യുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നോർമൽ പുഷപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ താഴത്ത് കൈകൾ വരാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഞാൻ വെച്ചേക്കണോട്ട് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. പുഷപ്പ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് റിലീസ് പുഷപ്പ് ചെയ്തേ, അതായത് ഒരു പുഷപ്പ് ചെയ്യുക, നിലത്തൊന്ന് റെസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെയും പൊങ്ങുക. നമ്മുടെ കാലുകളെ ഫോക്കസ് ചെയ്യുന്ന വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു റിവേഴ്സ് ലഞ്ച് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ടൊരു കിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ എക്സർസൈസ് തന്നെയാണിത്. നേരത്തെ നമ്മൾ റൈറ്റ് ലെഗ് ചെയ്തു, ഇപ്രാവശ്യം നമ്മൾ ലെഫ്റ്റ് ലെഗാണ് ചെയ്യുന്നത്. ഡോങ്കി കിക്ക് എന്ന് പറഞ്ഞ വർക്കൗട്ടാണ്. അപ്പോൾ നമ്മളത് നമ്മുടെ ഗ്ലൂട്ട്സിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന വർക്കൗട്ടാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് ആദ്യം ചെയ്യുന്നു, സെക്കൻഡ് നമ്മൾ ലെഫ്റ്റ് ലെഗ് ചെയ്യുന്നു. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തു പോകുന്നു.
നമ്മുടെ ആപ്സ് കോർ മസിൽസിന് വേണ്ടി ചെയ്യുന്ന വർക്കൗട്ടാണ്. നമ്മുടെ ഓപ്പോസിറ്റ് കൈകാലുകളാണ് നമ്മൾ താഴത്തോട്ട് കൊണ്ടുവരുന്നത്, പിന്നെ തിരിച്ച് മേലോട്ട് കൊണ്ടുവരും. സ്കിപ്പ് എന്ന് പറഞ്ഞ വർക്കൗട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആവാനും ഫാറ്റ് ബേൺ നടക്കാനും നല്ലതാണ് വർക്കൗട്ട്. അപ്പോൾ 1 സൈഡഡ് പ്ലാങ്ക് ആണ്. അപ്പോൾ നമ്മുടെ ബോഡി പോസ്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഫുൾ ബോഡി വർക്കൗട്ടാണ്. റൈറ്റ് സൈഡാണ് നമ്മൾ ചെയ്യണത്. അതുപോലെ തന്നെ നമ്മുടെ കോർ മസിൽസ്, നമ്മുടെ ആപ്സിൻ്റെ മസിൽസ് ടൈറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് സ്റ്റാർ പ്ലാങ്കും കൂടി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പിന്നെ ചെയ്താൽ മതി. ഞാൻ ചെയ്തേ ഉള്ളൂ. മറ്റു മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ ചെയ്ത റൈറ്റ് സൈഡ് പ്ലാങ്കിൻ്റെ അതേ ഓപ്പോസിറ്റാണ് ലെഫ്റ്റ് സൈഡ് പ്ലാങ്ക് ചെയ്യുന്നത്. വുഡ് ചോപ്പർ എന്ന് പറഞ്ഞ വർക്കൗട്ടാണ്. നമ്മുടെ സാധാരണ മരം വെട്ടണ പോലെ തന്നെ, മീൻസ് നല്ല ഫോഴ്സിൽ തന്നെ നമ്മൾ ചെയ്യുക. നമ്മുടെ കൈയിൻ്റെ താഴ്ഭാഗത്തുള്ള ഫാറ്റൊക്കെ കുറയാൻ ഈ വർക്കൗട്ട് നല്ലതാണ്. നമ്മുടെ ആപ്സ് ടൈറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കൈ ഓപ്പോസിറ്റ് കാലുമ്പോൾ ടച്ച് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ്. നമ്മുടെ ആപ്സ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ.